ചില ചില നാടുകളിലൊക്കെ, ചില നാടുകളിൽ നല്ല മിക്ക നാടുകളിലും ഇന്നെന്താണ്, അയൽവക്കക്കാര് സ്വന്തം കുടുംബക്കാരിൽപ്പെട്ടവരുമുണ്ട്. നാം ചിന്തിക്കണം, നമ്മുടെയൊക്കെ അയൽവക്കത്ത് നമ്മുടെ സ്വന്തം കുടുംബക്കാരുണ്ട്. നമ്മൾ ചിന്തിക്കണം, ആ കുടുംബക്കാരെ പോലും നമ്മൾ ഇന്ന് പരിഗണിക്കുന്നില്ല അല്ലേ? അങ്ങനെയുള്ളവര് മനസ്സിലാക്കണം, രണ്ട് ബന്ധങ്ങളാണ് നിങ്ങൾ മുറിച്ചത്. എന്തേ? തന്റെ അയൽവക്കത്ത് തന്റെ കുടുംബക്കാരായ അയൽവാസികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പരിഗണിച്ചില്ല എങ്കിൽ രണ്ട് കുറ്റമാണ് നിങ്ങളുടെ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് വിധേയമാകാനുള്ള കാരണം. ഒന്ന് കുടുംബ ബന്ധം മുറിച്ചതിന്റെ പേരിൽ നരകം, ഒന്ന് അയൽവക്ക ബന്ധം മുറിച്ചതിന്റെ പേരിൽ നരകം. ഇത് രണ്ടും നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പൊ അത് വേണ്ട രീതിയിൽ ആ കാര്യത്തിൽ നീ ജാഗ്രത കാണിച്ചില്ല എങ്കിൽ നരകം നിന്റെ മേലെ എന്താണ്, നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എത്രയോ അനാഥ കുട്ടികൾ, യതീമായ കുട്ടികൾ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി ചെന്ന് അവരൊക്കെ ഭക്ഷണം കഴിച്ചോ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ നമ്മുടെ മേൽ കടമയാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട എത്രയോ മക്കളുണ്ട്, ഉമ്മ മരിച്ചുപോയ, ഉപ്പ മരിച്ചുപോയ മക്കള് തന്നെ ജീവിക്കുന്നവര്. അവരെയൊക്കെ ഒന്നും പരിഗണിക്കാതെ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നാളെ എന്താണ്, നരക തീക്കുണ്ടാരത്തിലേക്ക് പോയി കിടക്കേണ്ടവരാണെന്ന് മറന്നു പോകണ്ട. അങ്ങനെയൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ കടമയാണ് അയൽവക്ക ബന്ധം നിലനിർത്തൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് ഇബാദത്തുകളും നമസ്കാരവും ഒക്കെ നിർവഹിച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? അയൽവക്ക ബന്ധവും കുടുംബ ബന്ധവും ഒക്കെ മുറിച്ചിട്ട് നമ്മൾ വലിയ നിസ്കാരക്കാരാണ്, ഓതുന്നവനാണ്, അതുപോലെ തന്നെ എന്താണ്, വലിയ ഖുർആൻ ഓത്തുകാരനാണ്, അതുപോലെ തന്നെ വലിയ ഒക്കെ ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടന്നിട്ട് എന്താ പ്രയോജനം? ഇതൊക്കെ കൊണ്ട് നിനക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുവോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കിടക്കുകയാണ്, അയൽവക്ക ബന്ധവും കുടുംബ ബന്ധവും. ഇതൊക്കെ മുറിച്ചവന്മാർ സ്വർഗത്തിൽ പോവോ? നമ്മൾ ചിന്തിക്കണം. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദീനിന്റെ വിഷയത്തിൽ എതിർക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്തേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് എന്തേ, നമ്മുടെ കുടുംബ ബന്ധവും അതുപോലെ തന്നെ എന്തേ, നമ്മുടെ അയൽവക്ക ബന്ധവും എന്ന് പറയുന്നത്. ഇതെന്തേ, നമ്മൾ നിലനിർത്തൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുന്ന കൂട്ടത്തില് ഒരു വലിയ ഒരു യാഥാർത്ഥ്യമാണ് നല്ല സാലിഹായ അയൽവാസികൾ എന്നത്. അപ്പൊ അതുകൊണ്ട് അയൽവക്ക ബന്ധമൊക്കെ നാം നിലനിർത്തുക. അതിന് നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.